പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിലാണുള്ളത്. 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ സുഹൃത്താണ് കബീർ. കബീറിൻ്റെ ഫർണിച്ചർ മാനുഫാക്ചറിങ് യൂണിറ്റാണ് പൂർണ്ണമായിട്ടും കത്തി നശിപ്പിക്കപ്പെട്ടത്. നിങ്ങൾ എത്ര കൊല്ലമായിട്ട് ഈ ഫീൽഡിലുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഥാപനം എത്ര കൊല്ലമായിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്? ഞാൻ ഇവിടേക്ക് മാറിയിട്ട് ഏകദേശം ഒരു 10 വർഷമായി. മൊത്തത്തിൽ ഈ ഫീൽഡിൽ ഞാൻ 23 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇത് സംഭവിക്കുന്നത് ഫയർഫോഴ്സ് അപ്പോൾ തന്നെ വന്നിരുന്നു. രാവിലെ 5 മണിക്കാണ് പണിക്കാരെ വിളിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ ചെറിയത് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഓലോട് വെള്ളം വരാൻ പറഞ്ഞു. ഓല് വെള്ളം വാർന്നപ്പോൾ കറണ്ടിൻ്റെ ഭാഗത്തു നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് ചെറിയ ഓൽക്കെന്താ കറണ്ട് അടിക്കുന്നത് ചെയ്തത്. അങ്ങനെ പിന്നെ ഓല് മാറി ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫയർഫോഴ്സ് അപ്പം തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ മലപ്പുറത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തിക്കാണ്ട് ഓല് ഈ അണച്ചപ്പോത്തിന് ഓർക്ക് കിട്ടിയില്ല, പുറത്തം കിട്ടണില്ല. ആളി പടർന്ന് അത്രയും പുറത്തം വിട്ടിട്ടുണ്ട്. അതതിൻ്റെ വീഡിയോ ആരോ അന്ന് പകർത്തിയ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അത് പുറത്തം വിട്ട് പോയി. പിന്നെ ഫയർഫോഴ്സ് വന്ന് 4 യൂണിറ്റ് വെള്ളം പോലെ അടിച്ചിട്ടും കെടുത്തിട്ടില്ല. രാവിലെ 5 മണി 5:30 ഓല് കെടുത്തിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മണിയായപ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും കെട്ടി കഴിഞ്ഞു. പിന്നെ ഓർക്ക് കെടുത്താൻ കഴിയാതെ പിന്നെ ഓല് ഇത് കണ്ടില്ല, ഇറ്റാച്ചി വെച്ചുകാണ്ട് വലിയ ഇറ്റാച്ചി വെച്ചുകാണ്ട് ഷെഡ് മൊത്തം പൊളിച്ച് സാധനങ്ങളൊക്കെ വാരിട്ട് കാണ്ട് മൊത്തത്തിലാണ്ട് ഒഴിവാക്കിയാണ്ട് പിന്നെ വെള്ളം അടിച്ച് കെട്ടി തീ അണച്ചാണ്ട് ഇരിക്കും. കിബർ തീ പിടിച്ചെന്ന് പറഞ്ഞ് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ സമയത്ത് മനസ്സിൽ തോന്നിയ ഒരു സംഭവം, ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വല്ലാത്തൊരവസ്ഥയിലല്ലേ. രാവിലെ തന്നെ ഇത് കേൾക്കുമ്പോൾ രാവിലെ എണീച്ചാണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ വാർത്ത ഇതാണ് കേൾക്കുന്നത്, തീ പിടിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ അള്ള തന്നത് കുറേ നമ്മൾ സ്വീകരിച്ച്, നല്ലതെന്നും നമ്മൾ സ്വീകരിച്ച്. ഇത് അതേമാതിരി ഒരു ഇത് തന്നപ്പോൾ അത് നമ്മൾ 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കല്ല, വേറെ മാർഗ്ഗമില്ലല്ലോ. നമ്മൾ അത് നമുക്ക് വേണമെന്ന് വെക്കുക, ഇത് വേണ്ടെന്ന് വെക്കുക വെച്ചാൽ അത് നടക്കണ കേസല്ലല്ലോ. 2 സ്വീകരിച്ച് നമുക്ക് ആകെ നമ്മളെ കയ്യിൽ ബാലൻസ് ഉള്ളത് നമ്മളൊരു 23 വർഷത്തെ നമ്മളെ ഇതിന് ഫർണിച്ചർ യൂണിറ്റ് ഫർണിച്ചർ മേഖലയിലുള്ള ഒരു അധ്വാനമുണ്ട്, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മളെത്തുണ്ട്. പിന്നെ നമ്മളത് ആകെ ബാക്കിയുള്ളത് തന്നെ ഈ കാണുന്ന ഈ കരിതാ, ഈ കണ്ട കരിയും ബാക്കിയുണ്ട്. പക്ഷേ നമ്മൾ ഇതിൽ നിന്ന് ഉയർന്നേറ്റ് വരും എന്നാണ് നമ്മളൊരു കണക്കൂട്ടലും നമ്മളെ പ്രതീക്ഷകളും അതാണ്.